സാധാരണക്കാരായ ഏതൊരാൾക്കും, അല്ല ലോകത്തിൽ മനുഷ്യനായി പിറന്നിട്ടുള്ള ഏതൊരാൾക്കും, ദൈവത്തിൽ അല്പമെങ്കിലും വിശ്വാസമുള്ള ഏതൊരു വ്യക്തിക്കും നല്ലോണം അറിയുന്ന ഒരു കാര്യമാണ് ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല എന്ന്. എന്നാൽ ഇങ്ങനെ ചിന്തിക്കുന്ന ഇതേ ആളുകൾ അവരുടെ ജീവിതത്തിൽ അവർ വിചാരിക്കാത്ത നിലകളിലുള്ള ഏതെങ്കിലും പരാജയങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ ഇനി മേലൊരിക്കലും ഒരു ഉയർച്ച ഉണ്ടാകത്തില്ല എന്ന് അവരുടെ കഴിവുകൾ പരമാവധി ഉപയോഗിച്ച് കഴിയുമ്പോൾ അവർ സ്വയം ചിന്തിച്ചു പോകും, എനിക്കാണോ തെറ്റുപറ്റിയത് അതോ ദൈവത്തിനാണോ തെറ്റുപറ്റിയത്? സുഹൃത്തെ, നമുക്ക് തെറ്റുപറ്റും. നമ്മൾ എത്ര ബുദ്ധിയുള്ളവരാണെങ്കിലും, എത്ര ശക്തന്മാരാണെങ്കിലും, എത്ര കഴിവുള്ളവരാണെങ്കിലും, എത്ര പരിചയസമ്പന്നരോ പ്രാപ്തരോ ആണെങ്കിലും നമുക്ക് തെറ്റുപറ്റാൻ സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങളും ഞാനും സേവിക്കുന്ന ദൈവത്തിന് ഒരു കാലത്തും തെറ്റുപറ്റുകയില്ല. മാത്രവുമല്ല, ദൈവത്തെ കൊണ്ട് സകലതും സാധ്യമാകും. ഏത് അസാധ്യങ്ങളെയും സാധ്യമാക്കുവാൻ ദൈവത്തിന് കഴിയും. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 37-ാം വാക്യം വായിക്കട്ടെ. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് മറിയയുടെ അടുക്കൽ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ അമ്മയായ പരിശുദ്ധ മറിയയുടെ അടുക്കൽ ഗബ്രിയേൽ ദൂതൻ ചെന്നിട്ട് പറയുകയാണ്, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന്. ഈ വാക്ക് കേട്ട് അവർ വല്ലാതെ പരിഭ്രമിച്ചു പോയി. അതിനുശേഷം അവർ പറയുകയാണ്, ഇതെന്തൊരു വന്ദനം. ദൂതൻ വീണ്ടും ഉറപ്പിച്ചു പറയുന്നു, മറിയയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൾ ആകെ പരിഭ്രമിച്ചു പോയി. ഇതെന്ത് കാര്യമാണ് ഈ കേൾക്കുന്നത്? എങ്ങനെയാണിത് സംഭവിക്കുന്നത്? അവൾ സംശയം ദൈവത്തിൻ്റെ ദൂതനോട് ചോദിച്ചപ്പോൾ ദൂതൻ തിരിച്ചു കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. അപ്പോൾ മറിയ പറയുന്ന ഉത്തരം, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ഈ തിരുവചനം ഇന്നത്തെ ചിന്തയ്ക്കായി ലഭിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചുപോയി, ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് ആരോടെങ്കിലുമാണ് ദൈവം ഇങ്ങനെ തൻ്റെ ദൂതൻ മുഖാന്തരം സംസാരിച്ചിരുന്നതെങ്കിൽ അവർ നിശ്ചയമായിട്ടും സന്തോഷം പ്രകടിപ്പിച്ചതിനെയും സമ്മതം മൂളിയനെയും. പക്ഷേ വരും വരാഴികകൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ പോലും സന്തോഷത്തോടെ സമ്മതം മൂളാനുള്ള യാതൊരു സാധ്യതയുമില്ല. ഇവിടെ നോക്കൂ, വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട ഒരു സ്ത്രീ അവളോട് പറയുകയാണ്, നീ ഗർഭം ധരിക്കാൻ പോകുന്നു, നീ ഒരു മകനെ പ്രസവിക്കാൻ പോകുന്നു. അന്നും ഇന്നും അവിവാഹിതയായ ഒരു സ്ത്രീക്ക് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചാൽ തീർച്ചയായിട്ടും അവൾ അവളുടെ കുടുംബത്തിനും അവൾക്കും നാടിനും എല്ലാം അപമാന വിഷയമായി തീരും. ദൈവം അത്ഭുതം ചെയ്യുന്നതൊക്കെ നമുക്കിഷ്ടമാണ്. പക്ഷേ നമ്മൾ സ്വയം കേൾപ്പിച്ചിട്ട്, സ്വയം അപമാനത്തിനേൽപ്പിച്ചിട്ട് നമ്മളൊരത്ഭുതത്തിന് വേണ്ടി സമ്മതിക്കുമോ? ഒരത്ഭുതത്തിന് വേണ്ടി നിന്നു കൊടുക്കുമോ? ദൈവം പ്രവർത്തിച്ചോളൂ, ഞാനിതാ കർത്താവിൻ്റെ ദാസൻ ദാസി എന്ന് പറയാൻ നമ്മളിൽ ആരെങ്കിലും മെനക്കെടുമോ? തീർച്ചയായിട്ടും അതിനുള്ള സാധ്യത വളരെ കുറവാണ്. അവിടെയാണ് മറ്റുള്ള എല്ലാവരിൽ നിന്നും പരിശുദ്ധ മറിയയെ, യേശുവിൻ്റെ അമ്മയായ മറിയയെ വ്യത്യസ്തയാക്കുന്നത്. പരിശുദ്ധ മറിയ എന്ന് പറയുമ്പോൾ ചിലർക്കൊക്കെയെങ്കിലും എന്തെങ്കിലുമൊക്കെ സന്ദേഹങ്ങൾ ഉള്ളത്തിൽ വരാൻ സാധ്യതയുണ്ട്. ഞാനൊരു പെന്തക്കോസ്തുകാരൻ തന്നെയാണ്. പരിശുദ്ധ മറിയ എന്ന് പറയുന്നതിൽ അല്പം പോലും ആക്ഷേപമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിലാർക്കെങ്കിലും, നമ്മളിലാർക്കെങ്കിലും ഇങ്ങനെ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? ധൈര്യമുണ്ടോ? തൻ്റെ ഇടമുണ്ടോ? ദൈവം സംസാരിക്കുന്നതും ദൈവത്തിൻ്റെ ദൂതൻ നമ്മോട് സംസാരിക്കുന്നതും വാഗ്ദത്തങ്ങൾ ലഭിക്കുന്നതും ഉറപ്പുകൾ ലഭിക്കുന്നതും ഒക്കെ നല്ലതാണ്, ഇഷ്ടമാണ്. എന്നാൽ ഇങ്ങനെ ഒരു നിന്ന ജീവിതത്തിൽ ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൂതൻ, ദൈവത്തിൻ്റെ ശബ്ദം നമ്മളിലേക്ക് വെളിപ്പെടുമ്പോൾ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസൻ എന്ന്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറയാൻ നമ്മൾ തയ്യാറാകുമോ? നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ സ്വയം അപമാനമായി തീർന്ന നമ്മുടെ കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതം മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിലുണ്ടായാൽ നമ്മൾ അതിനെ എങ്ങനെ നേരിടും? ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയിലുള്ള വിശ്വാസത്തിൽ ഞങ്ങളുടെ ജീവിതം പൂർണ്ണമായി സമർപ്പിക്കുന്നു. അങ്ങയുടെ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റുവാൻ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ, ആമേൻ.